ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നമ്മൾ കർക്കിടക വാവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. വാവിന് ബലിതർപ്പണങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി ചെയ്തിരുന്നു. ഓഗസ്റ്റ് 4-ാം തീയതിയാണ് കറുത്ത വാവായി ആചരിക്കേണ്ടത്. പിതൃക്കൾക്ക് വേണ്ടി എന്ത് കർമ്മം ചെയ്യേണ്ടതും ഓഗസ്റ്റ് 4-ന് തന്നെയാണ്. നമ്മുടെ ദേവസ്വം ബോർഡ് തെറ്റായ കലണ്ടർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കാരണമാണ് ഓഗസ്റ്റ് 3 കറുത്ത വാവ് ദിവസമല്ല, ചതുർദശി ദിവസമാണ്. കറുത്ത വാവ് എന്ന് പറയുന്ന ആ വാവെന്ന് പറയുന്ന ദിവസം, കറുത്ത വാവും വെളുത്ത വാവും, അമാവാസിയും പൗർണമിയും. അതിൽ അമാവാസി ദിവസമല്ലേ നമ്മൾ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്നതും ബലിദാനങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കർക്കിടക മാസത്തിലെ, അതായത് പിതൃക്കളുടെ പക്ഷത്തിലെ ആദ്യത്തെ കറുത്ത വാവ് വരുന്ന ദിവസമാണ് കർക്കിടക വാവായി ആചരിക്കുന്നത്. ദക്ഷിണായന കാലത്തെ ആദ്യത്തെ കറുത്ത വാവ് വരുന്ന, അതായത് അമാവാസി വരുന്ന ദിവസമാണ് കർക്കിടക വാവായിട്ട് നാം ആചരിക്കുന്നത്. ഈ കർക്കിടക വാവായി നാം ആചരിക്കുന്ന ദിവസം കറുത്ത വാവ് തന്നെയാണ്, അല്ലാതെ ചതുർദശി ദിവസമല്ല പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്നതും ബലിയിടുന്നതും. അപ്പോൾ ഈ ഓഗസ്റ്റ് 4-ാം തീയതി ആണ് നമ്മൾ കറുത്ത വാവായി അല്ലെ കർക്കിടക വാവായി ആചരിക്കേണ്ടത്. കാരണം അന്നാണ് കറുത്ത വാവ്. അന്നാണ് നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടത്, വർഷത്തിലൊരിക്കൽ ചെയ്യുന്ന കർമ്മങ്ങളല്ല. അന്ന് വൈകുന്നേരം ഉദയത്തിന് ശേഷം 18 നാഴികയോളവുമുണ്ട്. 17.5 നാഴിക ഉണ്ടത്, ഏകദേശം 18 നാഴികയോളം വരുന്നുണ്ട്. അതായത് വൈകുന്നേരം 4:40 വരെയും ഈ കർക്കിടക വാവ്, അതായത് കറുത്ത വാവുണ്ട്, ഉദയം മുതൽ തന്നെ. അതല്ലേ ഉദയത്തിന് എന്താണോ തിഥി, അതാണ് യഥാർത്ഥ തിഥി, അതാണ് യഥാർത്ഥ നക്ഷത്രവും. അതിനു മുമ്പത്തെ ദിവസം, അതായത് ശനിയാഴ്ച കർക്കിടക വാവായിട്ട് കലണ്ടറിൽ തെറ്റായിട്ട് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഒക്കെ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ കലണ്ടറുകളൊക്കെ തെറ്റായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നതെല്ലാം. അത് ഭക്തർക്ക് അനുകൂലമായ രീതിയിലല്ല എഴുതിയിരിക്കുന്നത്. ഭക്തർക്ക് അനുകൂലമായ കലണ്ടറോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ ക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ ചെയ്തിരിക്കുന്നതോ. ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞ വർഷത്തിന് മുമ്പത്തെ വർഷത്തെ ഗുരുവായൂർ ഏകാദശിയും തെറ്റായിട്ടായിരുന്നു ഗുരുവായൂരിൽ ആചരിച്ചത്. അപ്പോൾ ഈ കർക്കിടക മാസ കറുത്തവാവ് നമ്മൾ ആചരിക്കുമ്പോൾ അതിൻ്റെ തലേ ദിവസമായ 3-ാം തീയതി അരിഭക്ഷണം ഒരു നേരം മാത്രം, അതായത് ഒരിക്കൽ ഊണ് കഴിക്കുക എന്ന് വെച്ചാൽ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കുക എന്നാണ്. വ്രതനിഷ്ഠയോടുകൂടി ഇരിക്കുക. അത് ഒരു ദിവസം മുമ്പേ തൊട്ട്, തലേ ദിവസമല്ല, അതിന് തൊട്ട് മുമ്പത്തെ ദിവസം മുതൽ തന്നെ വ്രതത്തോടുകൂടി, അല്ലെങ്കിൽ വീടെല്ലാം ശുദ്ധമാകണം, ശരീരശുദ്ധി വരണം. പീരീഡ്സ് ഒക്കെ ഉള്ളവർക്ക് ശരീരശുദ്ധിയോടുകൂടിയേ ആ വ്രതമുള്ളവർക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പാടുള്ളൂ. പുരുഷന്മാരാണ് ബലിയിടുന്നതെങ്കിൽ അവർ ശുദ്ധതയോടുകൂടി മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഒന്നും ഉപയോഗിക്കാതെ വളരെ സത്തുക്കളായിട്ടുള്ള ആ ഒരു സംസർഗത്തിലിരിക്കണം, സത്സംഗങ്ങളിലിരിക്കണം. വാക്ശുദ്ധിയും മനഃശുദ്ധിയും ശരീരശുദ്ധിയും ആഹാരശുദ്ധിയും ഒക്കെ വേണം. കാരണം നമ്മൾ മറ്റൊരാൾക്ക് ആഹാരം കൊടുക്കുകയല്ല ചെയ്യുന്നത്, നമ്മളുടെ മൺമറഞ്ഞു പോയ പിതൃക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. അത് പിതൃലോകത്തേക്ക്, പരലോകത്തേക്ക് പോയവരാണ്. അവരെ വീണ്ടും വിളിച്ചു വരുത്തി അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവരത് കഴിക്കാൻ യോഗ്യരാവണം. നമ്മൾ ഓരോരുത്തരും, നമ്മൾ ഈ ബലി കർമ്മങ്ങൾ ചെയ്യുന്നവർ അതിന് യോഗ്യതയുള്ളവരായി മാറണമെങ്കിൽ നമ്മൾ നല്ല ശുദ്ധിയോടുകൂടി ആഹാരശുദ്ധി പാലിക്കണം. വ്രതത്തിൽ നല്ല നിഷ്ഠ വേണം. നല്ല വാക്കുകൾക്ക് നല്ല മിതത്വം, മനസ്സിൽ സത്കർമ്മങ്ങൾ മാത്രം, സത്ചിന്തകൾ മാത്രം ഉണ്ടാവണം. അങ്ങനെ നല്ല ചിന്തകളോടെ, പ്രവൃത്തികളോടെ, നല്ല മനസ്സോടൊക്കെ നമ്മൾ ആ 2 ദിവസം കഴിച്ചു കൂട്ടണം. ബലിയിട്ടതിന് ശേഷം വന്നിട്ട് മത്സ്യമാംസാദികൾ കഴിക്കുകയോ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം ആ ബലിയുടെ പുണ്യം ആ ഒരു ദിവസം നമ്മളിൽ തന്നെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്.
ആ പിതൃക്കളുടെ അനുഗ്രഹം അത് നഷ്ടപ്പെടുന്ന രീതിയിൽ നാം ഒന്നും ചെയ്യാൻ പാടില്ല. ഓരോരുത്തരും ഒരു വ്രതമൊക്കെ എടുത്തതിന് ശേഷം ആ വ്രതം ആ ചടങ്ങ് കഴിഞ്ഞാൽ തൊട്ട് ആ ദിവസം തന്നെ വന്ന് ജോലിയെല്ലാം തീർത്തല്ലോ എന്ന് കരുതി വീണ്ടും പഴയ ജീവിതം ആരംഭിക്കും. ആ ഒരു ദിവസം അതിനുവേണ്ടി തന്നെ മാറ്റി വയ്ക്കണം. അപ്പോൾ തലേ ദിവസം ബലിയിടുന്നവർ അതിൻ്റെ തലേ ദിവസം അരിഭക്ഷണം ഒരു നേരം കഴിക്കുക എന്ന് വെച്ചാൽ മറ്റ് 2 നേരങ്ങളിലും മറ്റ് ആഹാരമെല്ലാം വയറു നിറയെ കഴിക്കാമെന്നത് ഉദ്ദേശിക്കേണ്ട. അങ്ങനെ ആ ആഹാര രീതിയും വളരെ പരിമിതമാക്കണം. ആഹാരം ഒരു നേരം മാത്രം, മറ്റ് നേരങ്ങളിൽ വിശപ്പ് സഹിക്കാൻ പറ്റാത്തവരാണെങ്കിൽ എന്തെങ്കിലും ലഘുഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ദിവസം അതിനുവേണ്ടി ആ കർമ്മം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വ്രത അനുഷ്ഠാനത്തിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെയാണ് ആ വ്രതം ആചരിച്ചിട്ട് വേണം നമ്മൾ ആ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം അവരുടെ പിതൃക്കൾക്ക് വേണ്ടി ബലിയിടാം. നമ്മൾ അച്ഛനോ അമ്മയോ മരിച്ചവരോ അല്ലെ പിതൃക്കൾ നഷ്ടപ്പെട്ടവരോ മാത്രമല്ല ബലിയിടുന്നത്. ബലി എന്ന് വെച്ചാൽ പിതൃക്കൾ എന്ന് വെച്ചാൽ നമ്മുടെ പൂർവികരായിട്ടുള്ളവർ, അച്ഛനമ്മമാർ ജീവിച്ചിരുന്നാലും അതിന് മുൻപോട്ടുള്ളവരെല്ലാം നമ്മുടെ പിതൃക്കളല്ലേ. നമ്മുടെ ശരീരം ഉണ്ടായിരിക്കുന്നതും നമ്മുടെ സംസ്കാരം രൂപപ്പെട്ടിരിക്കുന്നതും നാം ഈ രൂപത്തിലിരിക്കുന്നതിന് കാരണം തന്നെ നമ്മുടെ പരമ്പരയാണ്. ആ പരമ്പരയിൽ നിന്ന് കൈമാറി വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ്. നന്മയായാലും തിന്മയായാലും എല്ലാം അവരുടേതാണ് നാം കൈകാര്യം ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ബലി ആചരിക്കുന്നത്. തന്നെയല്ല, നമ്മിൽ തന്നെയാണ് ഈ പിതൃ കുടികൊള്ളുന്നത്. അതും ഞാൻ വിശദമായിട്ട് ആ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മിൽ തന്നെ കുടികൊള്ളുന്ന പിതൃവിനെ നാം ഈശ്വരൻ്റെ തലത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബലി കർമ്മങ്ങൾ ആചരിക്കുമ്പോൾ അത് കർത്തവാവിൻ്റെ ആ തിഥിയുള്ള ദിവസം തന്നെ വേണം നമ്മൾ പിതൃക്കൾക്ക് വേണ്ടിയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുവാൻ. അല്ലാതെ കലണ്ടറിൽ കണ്ടു അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ അങ്ങനെ പറഞ്ഞു. നമ്മളെല്ലാവരും വിചാരിക്കും ക്ഷേത്രത്തിൽ പറയുന്നതാണ് ഏറ്റവും ശരിയെന്ന്. ഏറ്റവും ശരി ക്ഷേത്രത്തിലിരിക്കുന്ന ആചാരം അവിടെ ഇരിക്കുന്ന കലണ്ടർ അനുസരിച്ച് പറയുകയോ ചെയ്യുന്നതല്ല. ക്ഷേത്രക്കാർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിന് നിർദ്ദേശം കൊടുക്കുന്നത് ആരാണെന്ന് സ്വയം ആലോചിച്ച് നോക്കുക. അപ്പോൾ ഹൈന്ദവരെ ഉദ്ധരിക്കുവാനുള്ള ഒരു കാര്യവും നമ്മുടെ ക്ഷേത്രങ്ങളിലോ നമ്മുടെ കേരളത്തിലോ ഇല്ലല്ലോ. ഇത് സനാതനധർമ്മം എന്ന് പറയുന്ന ഒരിക്കലും നശിക്കാത്ത ഏകധർമ്മമാണ് സനാതനധർമ്മം. മറ്റുള്ള ധർമ്മങ്ങളൊക്കെ ഇവിടെ കടന്നുകൂടി വന്നിട്ടുള്ള ധർമ്മങ്ങളാണ്. ഈ ഏകധർമ്മമായ സനാതനധർമ്മത്തിലൂടെ മാത്രമേ ഭൂമിയിൽ, അതായത് ഈ ഭൂമിയിൽ തന്നെ ഒരു നിലനിൽപ്പുള്ളൂ. സത്യത്തിൽ സനാതനധർമ്മം എന്ന് വെച്ചാൽ ഒരിക്കലും നശിക്കാത്ത ധർമ്മം, മനുഷ്യർക്കുള്ള ധർമ്മമാണ്, മാനവരാശിക്കുള്ള ധർമ്മം. ആ ധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ എന്തെങ്കിലും നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ടോ? ആ ധർമ്മം എങ്ങനെ നശിപ്പിക്കാം അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യാം? മുഗളന്മാരും മറ്റ് ബ്രിട്ടീഷുകാരും അതുപോലെയുള്ള മറ്റ് വിദേശികളായിട്ടുള്ളവർ ഇവിടെ നുഴഞ്ഞു കയറി വന്ന് അവരുടെ ധർമ്മം ഇവിടെ പ്രചരിപ്പിച്ച് ഇവിടെയുള്ള സനാതനികളെ കൂടി നിർബന്ധിച്ചും ഉപദ്രവിച്ചും പീഡിപ്പിച്ചും അവരുടെ ധർമ്മത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ധർമ്മം നിലനിൽക്കണമെങ്കിൽ സനാതനികളായിട്ടുള്ള മനുഷ്യർ അതിനുവേണ്ടി മുന്നിട്ട് ഇറങ്ങുകയും അത് മനസ്സിലാക്കുകയും ചെയ്യണം. ആരെങ്കിലും പറഞ്ഞെന്ന് കരുതി അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഇരിക്കുന്നവർ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശമാണ് പാലിക്കുന്നത്. യഥാർത്ഥത്തിൽ അറിവുള്ളവർ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും. അവർ പറയുന്നത് കേൾക്കുക, മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കുക. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.